ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സുരേഷ് തുഷാരം ബ്ലോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഈ കന്നഡയുടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. കന്നഡ എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് ഒരു അലർജി പോലെയാണ് അല്ലേ? നമ്മൾ ഇത്രയും സൗന്ദര്യമുള്ള മുഖത്ത് കന്നഡ വെച്ചാൽ അത് എങ്ങനെ ഇരിക്കും എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി ചില ആളുകൾക്ക് ഉണ്ടാവാം. പക്ഷെ ചില ആളുകൾ അതൊരു എന്താ പറയാ, ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. കാണാൻ ചില ആളുകൾക്ക് കന്നഡ വെച്ചാൽ നല്ല ഗെറ്റപ്പാണ്. എന്തൊക്കെയായാലും അതൊക്കെ നമ്മുടെ വിചാരങ്ങൾ മാത്രമാണ്. കന്നഡ ചില ആളുകൾക്ക് നിർബന്ധമാണ്. കാരണം സാധാരണഗതിയിൽ കന്നഡകൾ ഉപയോഗിക്കുന്നത് കാഴ്ചശക്തി കുറഞ്ഞ ആളുകളാണ്. കാഴ്ചശക്തി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കന്നഡകൾ ഉപയോഗിക്കുന്നത്. പിന്നെ പൊടിപടലങ്ങളിൽ നിന്ന് കണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കണ്ണടകൾ ഉപയോഗിക്കുന്നുണ്ട്. വേറെ ഈ അൾട്രാ വയലറ്റ് രശ്മിയിൽ നിന്ന് നമുക്ക് കണ്ണിനൊരു സംരക്ഷണം കൊടുക്കാൻ കണ്ണടകൾ കൊണ്ട് കഴിയും. അങ്ങനെ പിന്നെ ഇപ്പം പുതായിട്ടെന്നല്ല, ഈ ഫാഷൻ രംഗത്ത് കണ്ണടകൾ വരുന്നുണ്ട്. ചില ഫാഷൻ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കണ്ണടകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? നമ്മളിൽ പല ആളുകളും, ഞാൻ സ്ഥിരം കന്നഡ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. എനിക്ക് കന്നഡ ഉപയോഗിച്ചില്ലെങ്കിൽ കാഴ്ചശക്തി കുറവുണ്ട്, കന്നഡ ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ ഡോക്ടറുടെ അഡ്വൈസ് വാങ്ങിയിട്ടാണ് നമ്മൾ കന്നഡ വെച്ച് തുടങ്ങിയത്. ഈ 1.5 വർഷം ഒക്കെ കഴിയുമ്പം ഈ കന്നഡ മാറ്റിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പം കുറച്ച് കോസ്റ്റ്ലിയാണ് കന്നഡ. അപ്പം നമുക്ക് കന്നഡയുടെ ഒരു വിശദ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ. പൊതുവെ കാഴ്ചക്കുറവുള്ളവരെ സഹായിക്കാനുള്ള ഒരു ഉപാധിയാണ് കണ്ണട. ലെൻസ് ആണ് കണ്ണടയുടെ അടിസ്ഥാനം. കാഴ്ചശക്തിയിലുള്ള വ്യത്യാസമനുസരിച്ച് കണ്ണടയുടെ ലെൻസിലും ലെൻസിന്റെ ശക്തിയിലും മാറ്റം വരും. കണ്ണടകളുടെ പ്രാഥമിക ഉപയോഗം അനുസരിച്ച് പലതായി തരം തിരിച്ചിട്ടുണ്ട്. ഈ തരങ്ങളിൽ പലതും ഒരുമിച്ച് വരാം. ഫോർ എക്സാമ്പിൾ, കാഴ്ചയ്ക്കുള്ള കണ്ണടകളിൽ സൺഗ്ലാസുകൾക്കുള്ളതുപോലെ ആവരണം നൽകാൻ കഴിയും. വർദ്ധിച്ചു വരുന്ന ആഗോള ജനസംഖ്യ, സാമ്പത്തിക വികസനം, വർദ്ധിച്ച ഉപഭോക്തൃ വാങ്ങൽ ശേഷി, ആഗോളതലത്തിൽ നേത്രരോഗങ്ങളുടെ വ്യാപനം എന്നീ കാരണത്താൽ അനുദിനം വളർന്നു വരുന്ന ഒരു ബിസിനസ്സാണ് കണ്ണട ബിസിനസ്. 2018 മെയ് മാസത്തിലെ കണക്കനുസരിച്ച് കണ്ണട വ്യവസായത്തിന്റെ മൂല്യം $100 ബില്യൺ ആണെന്ന് കണക്കാക്കുന്നു. 1950കളിൽ പാശ്ചാത്യ സംസ്കാരങ്ങളിലാണ് ഐവെയർ വ്യവസായത്തിന്റെ പ്രാധാന്യവും ഫാഷൻ ഉപയോഗവും ഉണ്ടായത്. അക്കാലത്ത് വ്യക്തിഗത ഡിസൈൻമാരും സെലിബ്രിറ്റികളും അവ പരസ്യമായി ധരിച്ച് കണ്ണടകളുടെ ജനപ്രീതി വർദ്ധിപ്പിച്ചു. ഇന്ന് കണക്കാക്കുന്നത് കണ്ണട വ്യവസായം 2026 എത്തുമ്പോഴേക്കും ഏകദേശം $111 ബില്യൺ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഏകദേശം കണക്ക് കൂട്ടുന്നത്.